ടോപ്പിൽ വരുന്ന ക്രോസ് ബാറിന് 3800 രൂപയാണ് റേറ്റ് വരുന്നത് അല്ലേ. ഓക്കെ, ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജിൽ നിന്ന് വന്നിരിക്കുന്നത് 2 സാധനങ്ങൾ പരിചയപ്പെടുത്താനായിട്ടാണ്. നമ്മളുടെ വണ്ടിയിൽ അത് ഇൻസ്റ്റാൾ ചെയ്യാനും പോവാണ്. ടോപ്പ് റൂഫിൽ തന്നെ ബോക്സ് ടൈപ്പിലുള്ള കേരിയറും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോസ് ബാറുകൾ ഫിറ്റ് ചെയ്യും. ഇതാണ് നമ്മുടെ ക്രോസ് ബാർ. ഏകദേശം ഒരു 75 കിലോ വരെ ഇതുമോ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഇതുമേ എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ സ്പോർട്ട് ട്രാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള നെയിമൊക്കെ ഇതിന് കൊടുത്തിട്ടുണ്ട്. ടൈം പ്രോഡക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം ഇങ്ങനെ ഒരു ബോക്സിലാണ് വരുന്നത്. ഇത്രയ്ക്ക് സാധനങ്ങളാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞ മാതിരി തന്നെ ഇതിൻ്റെ ക്ലാമ്പുകളും കാര്യങ്ങളെല്ലാം ഫ്രണ്ടിലും, അതായത് 2 സൈഡിലും സെറ്റിങ് കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാക്കിലും 2 സൈഡിലും സെറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു ഡിഗ്രി ഉണ്ടല്ലോ, ഈ ഒരു സ്ലോപ്പ് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ഫ്രണ്ടിലേക്ക് വയ്ക്കുക, ഈ ഒരു രീതിയിൽ വയ്ക്കുക. അതേപോലെ തന്നെ ഈ ഒരെണ്ണം നമുക്ക് ബാക്കിലേക്ക് വയ്ക്കാം കേട്ടോ. ഏകദേശം ഈ ഒരു രീതിയിൽ നമുക്ക് ഇനിയിപ്പോൾ സെറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതിനിപ്പോൾ സെറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇതിന് ക്ലാമ്പ് സെപ്പറേറ്റ് വരുന്നുണ്ട്. ഈ ഒരു സംഭവം നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഇത് നമ്മൾ സെറ്റിങ് കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാമെന്ന് ജസ്റ്റ് ഞാൻ ഒരു ഇൻസ്ട്രക്ഷൻ തരാണ്. അഥവാ ഇത് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് കാണിച്ചോടാം. ആദ്യം ഈ ഒരു ഡെമ്മിയാണ്, ഇത് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഒരു ചാവിയുടെ സെറ്റ് വരുന്നുണ്ട്. ചാവി അതിൽ ഇൻസ്റ്റാൾ ചെയ്യുക, ചാവി തിരിക്കുക, എന്നിട്ട് ഇത് ഓപ്പൺ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇത് റിമൂവ് ചെയ്യണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം. ഇത് റിമൂവ് ചെയ്തെടുക്കണം എന്ന് വിചാരിക്കുക. ഇത് റിമൂവ് ചെയ്തെടുക്കണമെങ്കിൽ ആ ലിവർ തട്ടിയിടാം. ആ റിമൂവ് ചെയ്യണമെങ്കിൽ ആ ലിവർ ആദ്യം തട്ടുക, ഫുള്ളായിട്ട് പ്രസ് ചെയ്യുക. അതിനുശേഷം ഇതുമ്പോൾ നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കണം. നല്ല രീതിയിൽ ഇത് വലിച്ചാലാണ് റിമൂവ് ചെയ്ത് കിട്ടാട്ടോ. ഈ രീതിയിൽ റിമൂവ് ചെയ്ത് വരും. അത് നോർമലായിട്ട് വലിച്ചാൽ വരില്ല. നല്ല ഇതിൽ ടൈറ്റ് ചെയ്ത് വലിക്കണം കേട്ടോ. പ്രത്യേകം പറയുകയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ. നിങ്ങളുടെ ഒരു പുതിയ വണ്ടിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ വണ്ടി പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു സംഭവം എന്ന് പറയുന്നുണ്ടെങ്കിൽ. ഇത് PPFൻ്റെ ഒരു ഫിലിമാണ്, 3Mൻ്റെ ഒരു ഫിലിം ഇതാണ്. ഇത് ഏകദേശം റേറ്റ് 200 രൂപ വരുന്നുള്ളൂ. നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്താൽ നിങ്ങൾക്ക് എവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയച്ചു തരുന്നതാണ് കേട്ടോ. ഈ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഈ ഒരു രീതിയിൽ ഇതിവിടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും അറിയാം. ഇപ്പോൾ എൻ്റെ വണ്ടി ഇപ്പോൾ പെയിൻറ്റിങ് ചെയ്തിട്ട് ഏകദേശം 20 ദിവസം ആവണുള്ളൂ. അപ്പോൾ എന്നിട്ട് പോലും നമ്മൾ ഈ ഒരു രീതിയിൽ തുറക്കുമ്പോൾ നമ്മുടെ നഖം ഇങ്ങനെ ടച്ച് ആയിട്ടുള്ള സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അത് ഇങ്ങനെ നഖം ടച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. സ്ക്രാച്ച് ആയിരിക്കില്ല അതിങ്ങനെ പാടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ക്ലിയർ ഇങ്ങനെ കട്ടായിക്കൊണ്ടിരിക്കും. ഓട്ടോമാറ്റിക്കലി ആ ക്ലിയർ കട്ടായ സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ ചെളി ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അവിടെ ഒരു കറുത്ത പാട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെ വണ്ടി ഇപ്പോൾ പുറച്ചിൽ കിടക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ പോയി നോക്കിക്കോ, ഇവിടെ കറുത്ത പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇതൊരു 4 പീസ് വരുന്നുണ്ട്. ഇതേപോലെ ഒരു ഫിലിം 200 രൂപ റേറ്റ് വരുന്നുള്ളൂ. ഇത് ഈ ഒരു രീതിയിൽ നമുക്ക് ഇവിടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നം കാര്യങ്ങളൊക്കെ സോൾവ് ആവും കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ എൻ്റെ വണ്ടിക്ക് 4 ഡോറിനും ഈ ഒരു രീതിയിൽ നമ്മൾ ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. ശരിക്കും അവിടെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം വേണം കേട്ടോ ഇത് ഫിലിം ഒലിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കറക്റ്റ് ഒട്ടിക്കുക. ടോപ്പ് വശം ആദ്യം ഒട്ടിച്ചു. ശരിക്കും മറ്റേ ഫോണിൻ്റെ ഫിലിം ഒട്ടിക്കണ മാതിരി തന്നെ പ്രസ് ചെയ്ത് ബബിൾസ് വരാത്ത രീതിയിൽ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തേക്കണം കേട്ടോ. അല്ലെങ്കിൽ ബബിൾസും കാര്യങ്ങളൊക്കെ വരും ഒട്ടിക്കുമ്പോൾ.
നല്ല രീതിയിൽ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഇത് ഒട്ടിക്കാനായിട്ട്. അല്ലാണ്ട് വെറുതെ പൊടിയൊക്കെ ഇരുന്നിട്ട് അതിൻ്റെ മേലെ കൂടെ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ബബിൾസ് വരും. നല്ല രീതിയിൽ തുണി വെച്ച് തുടയ്ക്കാം. ആദ്യം വെള്ളം വെച്ച് കഴുകുക. അതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ സ്ക്രാച്ചസ് ഓൾറെഡി മുന്നേ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും പേടിക്കാനില്ല. പല്ലേക്കണ പേസ്റ്റ് ഇല്ലേ, വൈറ്റ് കളറുള്ളത്, ആ പേസ്റ്റ് തേക്കാം. അതിനുശേഷം കോട്ടൺ പേസ്റ്റ് യൂസ് ചെയ്യുക. നല്ല രീതിയിൽ പ്രസ് ചെയ്ത് തുടയ്ക്കാം. അപ്പോൾ അവിടെയുള്ള അഴുക്കുകളും കാര്യങ്ങളൊക്കെ ഏകദേശം പോവും. അതിനുശേഷം ഈ രീതിയിൽ നന്നായിട്ട് തുടച്ച് ക്ലീൻ ചെയ്തെടുക്കുക, ഒട്ടിക്കുക. ഈ സാധനം ഈ ഒരു രീതിയിൽ നമ്മൾ ഒട്ടിച്ചതിന് ശേഷം അപ്പോൾ എല്ലാവരും ഡൗട്ടായിരിക്കും, ഈ സാധനത്തിന് സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കാണാൻ ബോറായിരിക്കില്ലെന്ന്. നോർമലായിട്ട് ഹീറ്റർ ഗൺ എടുക്കുക, ജനക്സായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. അതിന് ശേഷം ഈ സാധനം ഒലിച്ച് കളഞ്ഞേക്കുക. അങ്ങനെ ഓവറായിട്ട് ഇതുമ്പോൾ സ്ക്രാച്ചസ് ഇതൊക്കെ വീണിട്ടുണ്ടെങ്കിൽ ചെയ്യാം. ആ ഒരു ഏരിയ ചെയ്ത് ഒലിച്ച് കളഞ്ഞേക്കാം. അപ്പോൾ പെയിൻറ്റ് എന്തായാലും പ്രൊട്ടക്റ്റായി നിൽക്കും കേട്ടോ. ഈ ഒരു സംഭവത്തിൻ്റെ മേലെ 75 kg കയറ്റാൻ പറ്റുന്നതാണ് നമ്മൾ ആ ഒരു ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്. 75 kg കയറ്റാൻ പറ്റുന്നതാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ 75 kg, ഇപ്പം ഞാൻ ഏകദേശം ഒരു 72 കിലോ ഉണ്ട് വെയിറ്റ് ഉണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ 72 കിലോ വെയിറ്റ് ഞാൻ ഇതിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇതിനെന്തെങ്കിലും ഡാമേജ് കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം. പിന്നെ ഞാൻ ഈ ഒരു വണ്ടിയുടെ മുകളിൽ ഇങ്ങനെ കയറി നിന്നത് ഈ സാധനം വെക്കണമെന്നൊന്നും വണ്ടിയുടെ മുകളിൽ കയറി നിൽക്കാനല്ല കേട്ടോ. ഞാനൊരു തമാശ രീതിയിൽ പിന്നെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഒരു വെറൈറ്റി വേണ്ടെന്നുള്ള രീതിയിലാണ് ചെയ്തത്. ഇതാരും അനുകരിക്കരുത്. ഇത് ജസ്റ്റ് ഞാനൊരു തമാശ രീതിയിൽ ചെയ്തതാണ്. ഇതിൻ്റെ മുകളിലൊന്നും അങ്ങനെ കയറി നിൽക്കാൻ വേണ്ടിയിട്ടല്ല, ജസ്റ്റ് ബോക്സ് കാരിയർ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രോസ് ബാറാണ് ഇത് കേട്ടോ. അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക. ഇതിൻ്റെ മുകളിൽ ഈ സാധനം ഫിറ്റ് ചെയ്തു. കയറി നിൽക്കാമെന്ന് CarJJ പറഞ്ഞിട്ടില്ല, കയറി നിൽക്കാനുള്ളതല്ല. 75 kg ഇതുമ്പോൾ കയറാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഏകദേശം 72 കിലോ ഉണ്ട്. അതുകൊണ്ട് ഒന്ന് കയറി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് കോമഡിക്ക് വേണ്ടി ചെയ്തതാണ്, ആരും അനുകരിക്കരുത്. ഇനിയിപ്പോൾ നമുക്ക് ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കട്ടെ. ഇതേപോലെ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുകയും അത് സെയിൽ ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ ഇട്ടേക്ക്. ടോപ്പിൽ വരുന്ന ക്രോസ് ബാറിന് നമ്മളിപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മൾ വരുന്ന ചാർജ്, ഇപ്പോഴത്തെ ചാർജ് ഇപ്പോൾ ഡേറ്റ് എന്ന് വന്നത് 2023 ഏപ്രിൽ മാസം ആണ്. അപ്പോൾ ഏപ്രിൽ മാസത്ത് ഞങ്ങളിപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന ചാർജ് 3800 രൂപയാണ് റേറ്റ് വരുന്നത്. നിങ്ങൾ വിളിക്കുന്ന സമയത്ത് ഏകദേശം ഈ റേറ്റ് തന്നെ ആയിരിക്കാം, വ്യത്യാസങ്ങൾ ഉണ്ടാവായിരിക്കില്ല. അതേപോലെ തന്നെ PPF ഫിലിമ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ടല്ലോ, 190 രൂപയാണ്. ആ ഒരു ഒരെണ്ണത്തിനല്ല 4 വരുന്ന റേറ്റ് വരുന്നത് 190 രൂപയാണ് കേട്ടോ. നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഓർഡർ ചെയ്യുക. വാട്സാപ്പിൽ ഓർഡർ ചെയ്താലും മതി. ഗൂഗിൾ പേയിൽ പൈസ അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നിങ്ങളുടെ അഡ്രസ്സ് ഏതെന്ന് വെച്ചാൽ ആ അഡ്രസ്സിലേക്ക് ഞങ്ങൾ ആ പ്രോഡക്റ്റ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് കേട്ടോ. താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ വണ്ടി ജസ്റ്റ് ഒന്ന് എങ്ങനെ അകലെന്ന് പറയുന്നത് എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മളെ വണ്ടി ഇതേ അകലേന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ക്രോസ് ബാറുകളും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ട് എങ്ങനെയാണെന്നുള്ള അഭിപ്രായം കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങൾ അറിയിച്ചേക്ക്. അതേപോലെ തന്നെ ഇതേപോലെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ളതും അറിയിച്ചേക്ക് കേട്ടോ. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 പ്രോഡക്റ്റ് പരിചയപ്പെടുത്തേണ്ട വീഡിയോ ആയിരുന്നു. ഒന്ന് ഈ ഒരു റൂഫ് റാക്ക്, അതേപോലെ തന്നെ മറ്റൊരു ഫിലിം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സംഭവം താഴത്തേക്ക് പോട്ടെ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് താല്പര്യം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ജസ്റ്റ് 2 പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആയിരുന്നു. ഈസ്റ്ററായിട്ട് ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ സബ്സ്ക്രൈബൊക്കെ ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു പാർട്സ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ നിന്ന് വെച്ചാൽ അവിടെ അയച്ചു തരുന്നതാണ് കേട്ടോ. അവിടെ കൊറിയർ ചെയ്ത് ഞങ്ങൾ തരുന്നതാണ് കേട്ടോ. അപ്പോൾ അത്രയ്ക്കുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ.